ഇതൊരു കാടിനകത്ത് ഒരു പൂങ്കാവനം പോലെ. കാട്ടിനകത്തൊരു പൂങ്കാവനം. ജാക്യൂസി സൂട്ടില് 180 വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. യെസ്, ഇതാണ് കൊടുക്കുന്ന കാശ് മുതലാട്ടോ. അതാണ് ഇവിടുത്തെ വൈബ്. ലൈഫിൽ ഒരു വട്ടമെങ്കിലും വരണം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് നിങ്ങൾ പോയൊരു വൈബ് ആ ഫോട്ടോസ് കാണുമ്പോൾ കിട്ടും. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. ഒരു ദിവസം കൊണ്ടൊന്നും പറക്കാട് എക്സ്പ്ലോർ ചെയ്ത് തീരില്ല. അത്രത്തോളം ഉണ്ട്. കുട്ടികൾക്കായിട്ടുള്ള പ്ലേ ഏരിയ, ട്രംപോളിൻ, യു മസ്റ്റ് ലവ് പറക്കാട്. ഡിജെയും ക്യാമ്പ് ഫയർ നടക്കുന്നു. ഹലോ പറക്കാട്, അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാട്ടാ. കൊള്ളായില്ലേ ആമിസേ? വൈബല്ലേടാ നൈറ്റ്? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. മെമ്മറബിൾ മൊമെന്റ് തരുന്ന ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പോട്ടുകളാണ് ഓരോന്നും പറക്കാട്ട് നമുക്ക് സമ്മാനിക്കുന്നത്. നോക്കിയേ, അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും ഫോട്ടോ ഫ്രെയിം തന്നെ. വെഡിങ് ഷൂട്ട്, പ്രീ വെഡിങ് ഷൂട്ട്, വെക്കേഷൻ ഷൂട്ട്, ഹണിമൂൺ ഷൂട്ട്, ഏത് വിശേഷമായാലും നിങ്ങൾക്ക് കുതിരപ്പുറത്തിരുന്നോ അതുപോലെ തന്നെ ലവ് ഫ്രെയിം വേണമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഇനി കുതിരപ്പുറത്തോ ആനപ്പുറത്തോ എങ്ങനെ നോക്കിയാലും പറക്കാട്ട് റിസോർട്ട് വൈബാണ്. എവരിബഡി ക്യാൻ സേ ഐ ലവ് പറക്കാട്ട്. ഇന്നത്തെ വ്ലോഗിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് എന്നോടൊപ്പം എൻ്റെ ഫാമിലി ഉണ്ട്. ഫാമിലിയെ ഞാൻ കുറേ നാളായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലേ അവനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാനായിട്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാനും ഫാമിലിയായിട്ട് എത്തിയിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ട് ഇൻ മൂന്നാർ, നമ്മുടെ പറക്കാട് റിസോർട്ടിലാണ്. ഇവരെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ താങ്ക് യു. ആഹാ, കൊള്ളാലോ. ഇതെന്തായാലും ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെന്റ് മൊമെന്റ് ആണ്. അടിപൊളി 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 അടിപൊളി. അപ്പൊ ഇനി ഒരാൾ കൂടെ ഉണ്ട്. എന്തായാലും കൊള്ളാം. താങ്ക് യു ആൻഡ് താങ്ക് യു. ഈ എലഫന്റിനകത്ത് കയറ്റു തന്നെ. ഇനി കല്യാണം കഴിക്കാത്തവരുണ്ടെങ്കിൽ പറക്കാട്ട് വന്നോ, നിങ്ങൾക്ക് മാല കിട്ടും. താങ്ക് യു സോ മച്ച്. പറക്കാട് റിസോർട്ടിൻ്റെ റൈറ്റ് വ്യൂ ആണെങ്കിലും ലെഫ്റ്റ് സൈഡ് വ്യൂ ആണെങ്കിലും ഭയങ്കര ഹെവിയാണ്. ഒരു വൈബ് ഫീല് തരുന്ന ഒരു അന്തരീക്ഷം. ആ സായം സന്ധ്യയിലേക്ക് അടുക്കുന്ന ഒരു മൊമെൻ്റ് ആണ് കേട്ടോ. വരുന്നതായിരിക്കും. അതെ അതെ. എൻ്റെ പേര് അൽഫിയ. ആൻഡ് യു? അനില. അനില, അൽഫിയ. നോക്കി വെച്ചോ, നിങ്ങൾ പറക്കാട്ട് വരുമ്പോൾ അവർ രണ്ടുപേരും ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഇവരെയും കാണും അല്ലേ? ഇത് -1 ഫ്ലോറാ. തൊട്ടുമേലെ നമ്മുടെ റെസ്റ്റോറന്റ് വരുന്നത്. ഓക്കെ. നമുക്ക് പിന്നെ ജീപ്പ് സഫാരി ഉണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ തന്നെ. നൈറ്റ് ക്യാമ്പ് ഫയർ ഉണ്ട്, ഈവനിംഗ് പൂൾ ഉണ്ട്. പുറത്തൊന്നും പോകണ്ട, ഇവിടെ നമ്മളിപ്പോ എടുത്തേക്കുന്ന റെസിഡൻഷ്യൽ സ്യൂട്ട് ആണ് എടുത്തേക്കുന്നത്. തന്നെ നമുക്കൊരു ഫ്രിഡ്ജ് വരുന്നുണ്ട്. ചേർന്ന് തന്നെ ചെറിയൊരു ബാത്റൂം കൊടുത്തിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം, വിശാലമായ ബാത്റൂം. ഇതൊന്നും അല്ല, ഇനിയും കാണാനുണ്ട്. നിങ്ങളെ ഹണിമൂൺ ഇവിടെ തന്നെ വരണം. ഇത് വേറെ ലെവൽ വൈബ്. കൊള്ളാം. ഇത് നിങ്ങളൊന്നും തീരുന്നില്ല. അടുത്തത് വാവ്, വൈബ്. എൻ്റെ മോനെ, അതും കൊള്ളാം. എന്താണ് പച്ചപ്പ്. ബേബി ടേക്ക് കെയറും ഇവിടെ ഉണ്ട്. ഫ്രീ സർവീസ് ആണ്. കാട്ടിൽ നിന്ന് കഥ പറയുന്ന പോലെ പറക്കാട്ടിൽ വന്നാൽ നിങ്ങൾക്കും പറയാൻ കാണും ഒരുപാട് കഥകള്. അതായത് കേവ് റൂമിലേക്ക് പോകുന്ന ഒരു എക്സ്പീരിയൻസും ഡേഞ്ചർ ഫീൽ ആണ്. ട്രക്കിംഗ് മാസ്റ്റർ സജീർ ബ്രോ, ഒപ്പം അനിലുണ്ട്, അതുപോലെ ക്യാമറാമാൻ ആകാശ് ഉണ്ട്. പറക്കാട്ടിലെ ഇവരുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. ഹോസ്പിറ്റാലിറ്റി വൺ ഓഫ് ദി ബെസ്റ്റ്. നമ്മളിൽ ഈ ലോകത്തുള്ള ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് ടൈമിൽ ഒരുപാട് മെമ്മറീസ് ബാക്കി വെച്ച് വേണം നമ്മൾ ഇവിടെ നിന്നൊക്കെ യാത്ര പറയാനായി. യാത്രകൾ ചെയ്യാം. വയസ്സാവുന്ന വരാൻ എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ട് പയ്യ യാത്ര ചെയ്യാന്ന് പറഞ്ഞിരുന്നാൽ സജീരട്ട വല്ല നടക്കുമോ? അതായത് ആരോഗ്യമുള്ള സമയത്ത് യാത്രകൾ ചെയ്യാം. ആ മുഖം കൊള്ളാലോ, അടിപൊളിയാണ്. പറക്കാട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് ആനയാണ്. ഓക്കെ. ആഹാ, രാവിലെ ഒരെണ്ണം പോലും ഉറക്കം എണീറ്റിട്ടില്ല എൻ്റെ ഫാമിലി. ഞാൻ ഒറ്റയ്ക്ക് രാവിലെ ചുറ്റാനിറങ്ങിയതാണ്. ഇവിടെ എല്ലാം ഒന്ന് കാണാം. പീസ്ഫുൾ വൈബ് എന്നൊക്കെ പറയത്തില്ലേ? താമരയാണോ ആമ്പലാണോ? പറയും. നീലത്താമര. ഓ, നീലത്താമര വിരിയപ്പോൾ ഇവിടെ. അപ്പം നീലത്താമര വിരിയണ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം. അടിപൊളി. ഇവിടെ എല്ലാം നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ. കണ്ടോ നിങ്ങൾ കണ്ടോ? ആഹാ, ഓടിച്ചാടി പൊക്കും. ഇതാണ് നമുക്കൊരു എക്സസൈസോ ഇവിടുത്തെ മലമേടുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ. ഇതൊരു വൈബാണ്. നിങ്ങൾ കൊടുക്കുന്ന കാശ് മുതലാട്ടോ. അതാണ് ഇവിടുത്തെ വൈബ്. ആഹാ, കൊള്ളാലോ. ഒരു കാട്ടിനകത്ത് കയറിയ ഫീൽ. ബെമ്പിളി മാസ് മിച്ചി തിന്നാം. എൻ്റെ പൊന്നെ, എന്തില്ലാന്ന് ചോദിച്ചാൽ കേട്ടോ. ബെമ്പിളി മാസ്
നല്ലൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഫോറസ്റ്റിൻ്റെ ഫീലിലുള്ള ഗാർഡൻസാണ്. ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ കേട്ടൊന്നുമല്ല, നിങ്ങളിവിടെ വന്ന് ഫീൽ ചെയ്യണം. കാരണം കാട്, ചുറ്റും കാട്, കൊടുങ്കാട്. ഇവിടെ നിന്നാൽ നമുക്ക് മലമുകളിൽ വരെ കാണാം. അടിപൊളിയില്ലേ, കണ്ടോ? ആഹാ, ഫോറസ്റ്റ്. ഇത് കണ്ടിട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇത് കണ്ടിട്ട് അനിലേക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കിതൊരു കാടിനകത്ത് ഒരു പൂങ്കാവനം പോലെ, കാട്ടിനകത്തൊരു പൂങ്കാവനം, നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നില്ലേ? സമ്മതിക്കണം, ഇതിങ്ങനെ ആക്കിയെടുത്ത് അടിപൊളി. വാ, കൊള്ളാം. ലക്ഷറി റൂമാ സാറിന് കാണിക്കാൻ പോയത്. ലക്ഷറി റൂം, അതായത് കേവ് റൂം. കേവ് റൂം, ഓക്കെ. കാട്ടിനകത്തൊരു വീട്. ഇവിടുത്തെ സൗണ്ട് ആംബിയൻസ് ആണ് വേറെ ലെവൽ. നമ്മൾ ഫോറസ്റ്റിനകത്തുള്ള ഒരു ഭയങ്കര പീസ്ഫുൾ സൗണ്ട് ഇല്ലേ, ആ വൈബ് കാട്ടിനകത്ത് നമ്മൾ താമസിക്കുന്ന ഒരു ഫീൽ കിട്ടും കേട്ടോ. ഈ ഒരു സെക്ഷൻ കൊള്ളാം. എൻ്റെ പൊന്നോ, ഒരു ഗുഹയ്ക്കകത്ത് നമ്മൾ താമസിക്കുന്ന ഒരു ഫീൽ. കൺമണി, അന്തോട്, കാതലൻ, നാൻ എഴുതും, കടിതമേ അപ്പടി താനേ. ആ എൻ്റെ മോനെ, വാ 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 വാ. കൊള്ളാം 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 കൊള്ളാം. ഹണിമൂൺ പാക്കേജ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റാണ്. ഈ ഒരു ഗുഹയ്ക്കുള്ളിലെ ഈ ഒരു റൂം അടിപൊളി. ആ മരത്തിൻ്റെ ചില്ലകളിലൊക്കെ പിടിച്ചിരുന്ന് പണ്ടത്തെ കുട്ടിത്വമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. നൈസ്. ഇതും കിട്ടും ബാച്ചിലേഴ്സിനാണെന്നുണ്ടെങ്കിലും അതുപോലെ കപ്പിൾസിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും അടിച്ച് പൊളിക്കാം. അത് ഒരുപാട് തിരക്കുകളിടയിലൊക്കെ നമ്മൾ നിൽക്കില്ലേ, പെട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ്സായി മടുത്ത് ലൈഫെന്ന് തോന്നുന്നവരുണ്ടോ, വരണം. ഉറപ്പായിട്ട് വന്ന് കാണേണ്ട ഒരു സ്പോട്ടാണ് ഈ ഒരു കേവ് റൂമും പറക്കാട് റിസോർട്ടും. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെയും കുളിക്കാട്ടാ, ഇവിടെയും നമുക്ക് ഷവറുണ്ട്, ഇവിടെയും കുളിക്കാം. പുറത്ത് കാട്ടിന് നടക്കുന്ന കുളിക്കാവുന്നൊരു സെറ്റപ്പില്ലേ, അതാണ് സംഭവം. ഇത് സൂപ്പർ. എന്താ പീസ്ഫുള്ളാന്നേ ഇല്ലേ? അല്ല ഇല്ലേ, നമ്മൾ മാത്രമുള്ളൊരു ലോകമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒന്ന് ഇമാജിൻ ചെയ്തോ, ഒരു പൂങ്കാവനത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഇമാജിൻ ചെയ്യുക, അവിടെ ഇതുപോലെ മനോഹരമായ പൂക്കൾ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇത് നമ്മളിങ്ങനെ മൊമെൻറ്റുകൾ എൻജോയ് ചെയ്യുമ്പോൾ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവുന്നേ. വന്നേ, എൻ്റെ പൊന്നെ, ഇതേ കണ്ടിരിക്കേണ്ടതാണ്. ഇവിടെ വീഡിയോയിൽ കണ്ടിട്ടല്ല, നേരിട്ട് തന്നെ ഒന്ന് കാണും. അടിപൊളിയാണ്. ജാക്കൂസി സൂട്ട് അല്ലേ? ജാക്കൂസി സൂട്ടിൽ 180 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് വൺ ഓഫ് ദ മോസ്റ്റ് വണ്ടർഫുൾ വ്യൂ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ആ ഒരു വ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ ഞാനങ്ങ് ബാക്ക് ഇറങ്ങിയാണേ. ഭയങ്കര രസമില്ലേ? എന്റെ പൊന്നോ, കോടമഞ്ഞും തേയിലത്തോട്ടവും. ഓക്കെ, നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇറങ്ങി ഇരിക്കാം. ഇനി ഒരു അടുത്തൊരു സംഭവം പരിചയപ്പെടുത്തട്ടെ. സ്പെഷ്യൽ അത് നീ തന്നെ പരിചയപ്പെടുത്തുന്നു, വാശിയാണോ? ജാക്കൂസി. ജാക്കൂസി ആക്ച്വലി നമ്മുടെ കേവ് റൂമിലും ജാക്കൂസി വരുന്നുണ്ട്. വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു സീലിംഗിലെ ഫ്ലവർ ഡിസൈൻ. പിന്നെ അതുപോലെ ഇതിന്റെ ബാത്റൂമും കാണാൻ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബാത്റൂമാണ് അല്ലേ? ഓക്കെ, വാവ്. ആഹാ, ഒരു ഗോൾഡൻ തീമാണ്, റോയൽ തീം. അതാണ്, ഇതാണ് ഫുള്ളി സൂപ്പർ അടിപൊളിയല്ലേ? കിടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു വ്യൂ വൈബ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 20 ഏക്കറിൽ ഇങ്ങനെ കിടക്കാണ്, കണ്ടാലും തീരുന്നില്ല. എന്തോരം റൂമുകളാണ്. ഒരു ഫോറസ്റ്റ് വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ആ ഒരു ഫോറസ്റ്റ് വ്യൂ ഫുള്ള് ചുറ്റും കാട്, ആ ഒരു ഫീൽ ഉണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താ പറയുക, ഈ റൂം എന്താണെന്നറിയാം, പ്രൈവറ്റ് പൂൾ വില്ല. ഇവിടെ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അതൊരു വെള്ളച്ചാട്ടം വൈബ് കിട്ടും. ദെൻ വന്നു കഴിഞ്ഞാൽ കൊള്ളാം, ഒരു പ്രീമിയം ബെഡ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് ഗോ. യെസ്, ഇതാണ് പ്രൈവറ്റ് പൂൾ വില്ല. വാവ്, പൊളിക്കും. ഇതൊരു ലൈറ്റ് ആംബിയൻസ് എല്ലാം അടിപൊളിയായിട്ട് ഫുൾ ക്ലോസ്ഡ് ആണ്. ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള റൂമാണ്. സോ വണ്ടർഫുൾ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ബാത്റൂമും നൈസ്, ക്ലീൻ ആൻഡ് നീറ്റ്. അത് പറക്കാട്ടിന് വൺ ഓഫ് ദ ഹൈലൈറ്റ് ആണ്. വണ്ടർഫുൾ ഹോസ്പിറ്റാലിറ്റി. ബ്ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വേണം.
റെസ്റ്റോറൻറ്റിൻ്റെ വൈബ് വേറെ ലെവലാണ്. നോക്കിക്ക് കിട്ടു എന്ന് പറഞ്ഞാൽ കിട്ടു. ഇതാണ് വൈബ്, റെസ്റ്റോറൻറ്റ് സൈഡിലെ വൈബാണ് നമ്മൾ കാണുന്നത്. ബൊഫെ കാണണ്ടേ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇവിടുത്തെ എന്തില്ല എന്ന് ചോദിച്ചാൽ അത് കാണിച്ചു. വെള്ളപ്പമാണ്, കള്ളപ്പം വരുന്നുണ്ട്, അതുപോലെ ചിക്കൻ കറി വരുന്നുണ്ട്, പെരി പൊട്ടറ്റോ വരുന്നുണ്ട്, അതുപോലെ പായസം ഓഫ് ദ ഡേ. ഓരോ ഡേയിലും ഇവർക്ക് ഓരോ സ്പെഷ്യൽ പായസംസ് ഉണ്ടാവും, അതാണ് ഇവരുടെ പ്രത്യേകത. അതുപോലെ ഇഡ്ഡലി, വട, സാമ്പാർ, പൂരി, ബാജി വരുന്നുണ്ട്, കാഞ്ചി വരുന്നുണ്ട്, പിന്നെ മാഗി, നാടൻ കപ്പ, കടലക്കറി, പുട്ട്, ബോയിലഡ് വെജ് ഐറ്റംസ്, അതുപോലെ പെഗ് പക്കോട, എല്ലാ ടൈപ്പ് ഓഫ് ചട്നീസും ഉണ്ട്. കട്ട് ഫ്രൂട്ട്സിൻ്റെ എല്ലാ കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് മുതൽ എല്ലാ കൈൻഡ് ഓഫ് കേക്ക്സ്, മൾട്ടി കൈൻഡ് ഓഫ് കേക്ക്സ്, ക്രീം ബണ്ണ്, അതുപോലെ തന്നെ കപ്പ് കേക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാ കേക്ക്സിൻ്റെ ഒരു വെറൈറ്റീസ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു വെറൈറ്റീസ് ഉണ്ട്. നട്ട്സ് ഐറ്റംസ് നോക്കണമെങ്കിൽ കപ്പലണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, സലാഡ്സ് വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ നാരങ്ങ മിഠായി, ദെൻ എള്ളുണ്ട വരെ. ഇതൊന്നുമല്ല, ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇവിടെയും ഉണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം. മുസ്ലി ആണെങ്കിലും, ചോക്കോസ് ആണെങ്കിലും, കോൺഫ്ലെക്സ് ആണെങ്കിലും, എസ്സി ആണെങ്കിലും, സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആണെങ്കിലും, പൈനാപ്പിൾ ജ്യൂസ് ആണെങ്കിലും, വാട്ടർമെലൺ ജ്യൂസ് ആണെങ്കിലും എല്ലാം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വേറെ ലെവലാണ് പറക്കാട്ടിൻ്റെ. നല്ല ഫുഡാണ്, റാഹത്താണ്, അടിപൊളിയാണ്. ബൊഫെ സൂപ്പർ അല്ലേ? യു വാണ്ട് ടു സേ സംതിങ്? യു ആർ ഹാപ്പി വിത്ത് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്? യാ, നൈസ്. എല്ലാം ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള എടുത്ത് കഴിക്കാം. തെറ്റാണ്. സ്പെഷ്യലി നമുക്ക് ഇവിടെ പ്രോട്ടീൻ എനിക്ക് കിട്ടിയാണ് ഞാൻ വരിക. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ലൈവായിട്ട് അവർ ഫുഡ് ഉണ്ടാക്കിയും തരും. കോഴിയിട്ട മുട്ട എനിക്കല്ലേ? എനിക്കാണ് ഗൈസ്. എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? പൊളി. ഇങ്ങനെ കാണിക്കണം പച്ചു, ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിക്കണം. ബൊഫേ ഉണ്ടെങ്കിലും ലൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് അതുമുണ്ട്. എന്തില്ലാന്ന് ചോദിച്ചാൽ മതി. ഇതാണ് പറക്കാട്ടിൻ്റെ പൂള് കേട്ടോ. കിച്ചന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ഇവരാദ്യമായിട്ട് ഞാൻ വെള്ളത്തിൽ ചേർക്കാൻ പോയത് ഉണ്ടാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വൈബായിരുന്നു, ലഞ്ച് അതിലും വലിയ വൈബാണ്. എന്താ ഈ സംഭവം? ഡ്രംസ് ഓഫ് ഹെവൻ. എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്, ഇടുക്കി ഗോൾഡ്. ഇടുക്കി ഗോൾഡ് ബീഫ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബീഫ് കോക്കനട്ട് ഫ്രൈ വിത്ത് ലെമൺ ആൻഡ് ഓറഞ്ച് ലീവ്സ് ഉണ്ട്. അതൊരു സ്പെഷ്യൽ അടിപൊളിയാണ്, സ്പെഷ്യൽ ഡിഷാണ്. ദെൻ ഇതാണ് ട്രൈബൽ ചിക്കൻ. യെസ്, ട്രൈബൽ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കിടുവാണേ. വാഴയിലക്കൊക്കെ പൊതിഞ്ഞ് ഇതൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതൊക്കെ പറക്കാട് സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ആൻഡ് പൊറോട്ട വിത്ത് ഓറഞ്ച് ലീഫ് ആൻഡ് മാംഗോ ലീഫ്. ദെൻ ഇത് പറക്കാട്ടിൻ്റെ വൺ ഓഫ് ദ സ്പെഷ്യൽ സലാഡ്, പൊളി. ആൻഡ് നെയ്മീൻ ചട്ടിക്കറി, അതും കിടിലുമാണ്, ഡെലീഷ്യസ് ആയിട്ടുള്ള കറിയാണ്. കാരണം ഞങ്ങൾ ഇതിൻ്റെ സാമ്പിൾസ് ടേസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിത് ടേബിളിലേക്ക് എത്തിച്ചാണ് ഇത് സെർവ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നോർമൽ സലാഡ് ആൻഡ് അച്ചാർ. എനിത്തിങ് യു വാണ്ട് ഹാപ്പി വിത്ത് ലഞ്ച്? ചട്ടിക്കറി യു ലൈക്ക്. ഗുഹ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഗുഹാമുഖത്ത് കയറുന്നൊരു ഫീൽ, ചെറിയൊരു ഗുഹയാണ്, കുട്ടികൾക്കൊക്കെ കയറി എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ അവിടെ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ പ്ലേ ഏരിയ ഉണ്ട്, ഇവിടെ ഉണ്ടല്ലേ? ആഹാ, സോക്കർ കളിക്കാം, കുറച്ച് നേരം റിലാക്സ് ചെയ്യാം. ആ ഒരു സായം സന്ധ്യ ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സോഫാസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫീൽ വരുന്ന ഒരു കാളവണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയും ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുണ്ട് ഫോട്ടോ ഫ്രെയിം. ഇവിടെ ഐ ലവ് പറക്കാട് റിസോർട്ടിൻ്റെ ആ ഒരു ഗ്രീൻ ടച്ച്. നമ്മളിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഫോട്ടോ ഫ്രെയിം ഉണ്ട്, ഇവിടെയും ഫോട്ടോ ഫ്രെയിം ഉണ്ട്. ആക്ച്വലി ഈ ഒരു വെക്കേഷൻ വേറെ ലെവലാണ്. ഇതൊരു വെള്ളച്ചാട്ടം ഫീൽ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്, കൊറിയൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, കൊള്ളാം. എന്തായാലും അതും ഒരു വൈബായിട്ടുണ്ട്. നോക്കേ, ഫുള്ള് വൈബ് വ്യൂ. ആക്ച്വലി ഞാനിപ്പം ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. ലഞ്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ഈ ഒരു വൈബ് വ്യൂ, അപ്പോഴും ഒരു കോടമഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ഭയങ്കര രസമാണ്. എല്ലാവർക്കും ഒന്നിച്ച് ആഘോഷിക്കാൻ പറ്റിയ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു മൊമെൻ്റാണ് നമ്മുടെ പറക്കാട്ട് നിങ്ങൾക്കായിട്ട് സമ്മാനം. ഞാൻ രാവിലെ വന്ന് ഇവിടുത്തെ ലക്ഷറി റൂം, കേവ് റൂം ഒക്കെ കണ്ട്. നീ അത് കണ്ടില്ലല്ലോ, വീഡിയോ വരുമ്പോൾ കണ്ട. ഇത് കാണാം, ബാ പോട്ടെ, ആദ്യം പോട്ടെ. ഇതാണ് ആ ഒരു ഗുഹാമുഖത്തേക്ക് കയറി പോകുന്നൊരു ഫീൽ. കൊള്ളാമല്ലോ, അടിപൊളി.
ആഹാ 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 ആഹ് കിടു. ഇത് കൊള്ളാം, നൈസായിട്ടുണ്ട്. നോക്കി വരണ ആവശ്യം തെന്നി വീഴരുത്. ഇവിടെ നമുക്കൊരു ഷവർ ഉണ്ട് ഫസ്റ്റ് ടൈം അല്ലേ. ഇവിടെ ഒരു ഷവർ ഉണ്ട്, അതായത് കാട്ടിൻ്റെ നടുക്കൊരു കുളി, ഇവിടെ കുളിക്കാം. ഈ കേവ് റൂം കൊള്ളാം, അടിപൊളി. ആഹാ. ഓ ഇവിടെയുണ്ട് ചെക്കൂസ് അല്ലേ, ഇവിടെയും ചെക്കൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കൊള്ളാം. ഇത് അപ്പർ ഏരിയാസാ അല്ലേ. കാടിൻ്റെ നടുക്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെയും കൊള്ളാം, നൈറ്റൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കാം. ഭയങ്കര മോർണിംഗ് വൈബൊക്കെ അടിപൊളിയായിരിക്കും കാട്ടിനടുക്ക്. എന്തായാലും ഇത് ഹെവി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു റൂം. ദെൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് ബാത്റൂം അല്ലേ. ഇതൊരു ബാത്റൂം കൊള്ളാം. അതും ഒരു ബാത്റൂം ഒരു എന്താ പറയുക, നമ്മളൊരു ഗുഹയ്ക്കകത്ത് ഇരിക്കുന്നൊരു ഫീൽ ഇവിടെയും കിട്ടും. ഇതും കൊള്ളാം. അതായത് 2 കേവ് റൂംസും ഐ തിങ്ക് അടിപൊളിയാണ്. ഇവിടെ ഒരു ഇതുണ്ട്. കൊള്ളാം, ഇത് കൊള്ളാമല്ലേ. കേവ് റൂം കണ്ടതിൻ്റെ സെക്കൻഡ് പാർട്ട് സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. ഇവിടെയാണ് ഫുൾ ആക്ടിവിറ്റീസ് വൈബൊക്കെ നടക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യണം. ആൻഡ് ഒരു എന്താ പറയുക, ഏത് രീതിയിലാണെങ്കിലും കാട്ടിൻ്റെ നടുക്ക് താമസിക്കാം എന്നുള്ളൊരു വൈബ് കിട്ടുന്നൊരു സ്പോട്ടാണ്. ഇത് കൊള്ളാമല്ലോ, ഇത് കൊള്ളാമല്ലേ, അടിപൊളിയില്ലേ. ഈ കല്ല് കൊള്ളാം കേട്ടോ, ഭയങ്കര രസമുണ്ട്. ഇതിപ്പോൾ ഏത് റൂംസാണ് ഈ സെക്ഷനിൽ വരുന്ന? 3 ഫ്ലോറായിട്ട് ജംഗിൾ റൂം ഇതാണല്ലേ. കൊള്ളാം കേട്ടോ, അടിപൊളി. ജംഗിൾ റൂം ഗൈസ്, ജംഗിൾ റൂം ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ വന്ന് കണ്ടോ, അടിപൊളിയാണ്. ഇത് എങ്ങനെയാണ്, ഒരു വില്ലയായിട്ടാണോ സെപ്പറേറ്റ് ആണോ? സെപ്പറേറ്റ്. എൻ്റെ ബാക്ക് കാണാനല്ല ആളുകൾ ഇരിക്കുന്ന. ക്യാമറ മാത്രം ശ്രദ്ധിക്കരുത്, പാറക്കല്ലുകളും ശ്രദ്ധിക്കണം. നോക്കി ആ ഒരു ഏരിയ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആകാശം നോക്കി ആ സെക്ഷൻ കൊള്ളാം. കിടു. ഇവിടൊക്കെ എന്തൊക്കെ രീതിയിൽ ഷൂട്ട് ചെയ്യല്ലേ, എന്തോരം ടൈപ്പ് റീല്. ഇനി ഇതാ ബ്രിഡ്ജ് കണ്ടോ നീ? കിടു അടിപൊളി. നമ്മളെ ഈ ലക്ഷറി റൂമില്ലേ, കേവ് റൂം, അതെടുക്കുന്നതിൻ്റെ ഔട്ടറായത്. യെസ്, എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ വ്യൂ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് വ്യൂ കിട്ടും. കൊള്ളാം കേട്ടോ. ഭയങ്കര രസമാണ്. അതായത് പ്രകൃതിയെ അതേപോലെ നിലനിർത്തിക്കൊണ്ടുള്ള ക്രിയേറ്റിവിറ്റി. ദൈവത്തിന്റെ സമ്മാനം എങ്ങനെയാണോ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഹെവി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കാ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതേ ഓരോ വെക്കേഷൻ ഓരോ 2 days വെച്ച് പ്ലാൻ ചെയ്യണം. 1 day കംപ്ലീറ്റ് ആവട്ടെ, 3 days മാക്സിമം. അതായത് ഒരു ദിവസം പൂളിൽ എടുത്താൽ അടുത്ത ദിവസം ചെക്കൂസ് എടുക്കണം, അടുത്ത വട്ടം ജംഗിൾ റൂം എടുക്കണം, പിന്നെ അടുത്ത വട്ടം വരുമ്പം ഏതെടുക്കണം, നമ്മുടെ കേവ് റൂമിന്റെ ലക്ഷറി എടുക്കണം. പിന്നെ ഉണ്ട്, തീർന്നില്ല. പ്രസ്റ്റീജ് ഉണ്ട്, 180 degree വ്യൂ ഉണ്ട്. എൻ്റെ പൊന്നെ എന്തൊക്കെയാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ലക്ഷറി റൂം എടുത്തു കഴിഞ്ഞാൽ ആകാശേ, അവിടോട്ട് പിന്നെ ആർക്കും ചെല്ലാൻ പറ്റത്തില്ലല്ലോ. ഇല്ലല്ലേ, അലോടല്ല. അതാ പ്രൈവസി കിട്ടും. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബെമ്പിളി മാസ് ഫ്രീ ആണ്, മാങ്ങ ഫ്രീ ആണ്. ഈ കാട്ടിൽ നിന്ന് നമുക്ക് എന്ത് പിച്ചിട്ട് തിന്നാം, ചക്ക എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് പിച്ചിട്ട് തിന്നാം. ഫ്രീ അല്ലേ ആകാശം? ഫ്രീ ആണ് കേട്ടോ. എൻ്റെ അടുത്ത് മിണ്ടത്തില്ല കേട്ടോ. എനിക്ക് ചായ മേടിച്ചു തന്നില്ലല്ലോ. ഇത്ര അഡ്വഞ്ചറൊക്കെ നടക്കുന്ന ഒരു ചായയും കൂടെ വേണ്ടേ? ചായ കടയുണ്ട്. സുലൈമാനും കിട്ടും. ഇനി എന്താ ഇല്ലാത്ത? തറക്കാട്ടിൽ എന്താ ഇല്ലെന്ന് ചോദിച്ചാൽ കാടുണ്ട്, മുട്ട വേണം, മുട്ടയുണ്ട്, ഏറ്റവും ഇവിടെ തരും. അപ്പോൾ ഇവിടെ അപ്പം നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് ഇവർക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ചെയ്യാം അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഭയങ്കര ഒരു പീസ്ഫുൾ സ്പേസ് ആണ്. അതുപോലെ ലവ് ബേർഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്, കിളികളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. എന്തില്ലാന്ന് ചോദിച്ചാൽ മതി, നമുക്ക് എന്താണോ വേണ്ട. സത്യം പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സമാധാനം കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇന്നലത്തെ രാത്രിയിലത്തെ ക്യാമ്പ് ഫയറിൽ ഇവരെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു. എൻ്റെ സ്ഥലം മലപ്പുറം മഞ്ചേരിക്കാരനാണ്. അടിപൊളി. ഇപ്പൊ കല്യാണം കഴിഞ്ഞോളൂ? ജസ്റ്റ് 1 week. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? സൂപ്പറാണ്, നൈസ് ആംബിയൻസ് ആണ്, എല്ലാം അടിപൊളിയാണ്. ഇവിടെ താഴെ ഒരു വാട്ടർഫോൾ ആണ്. ഇവിടെ എല്ലാം നമുക്ക് പോവാം അല്ലേ, ഈ ഒരു ഏരിയയിൽ. അവിടെ പോയി കുളിക്കാം. അതൊന്നും എടുത്ത് ഓക്കെ. അപ്പം നമ്മളെ സൈക്ലിങ് ഒന്ന് പോയിട്ട് വരാം. ഇത് കൊള്ളാലോ. യെസ്, നമ്മൾ സ്പീഡിൽ ചവിട്ടുന്ന കണക്കിരിക്കും കേട്ടോ. ഒരു ചെറിയ പേടിയുണ്ട്, എങ്കിലും കൊള്ളാം. ഒരു
ദിവസം കൊണ്ട് നമുക്കിവിടെ പറക്കാട്ട് നമുക്ക് ചുറ്റി തീർക്കാൻ പറ്റത്തില്ല. എന്തായാലും വന്ന 2 ദിവസം നിങ്ങൾ സ്റ്റേ ചെയ്യണം. 2 റൂമിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുകയും വേണം. അത് നോക്കി, ഇതാണ് ഡബിൾ റൂം പൂൾ വില്ല. ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ വരുന്നത് ലിവിംഗ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ലോഞ്ച് സോഫാസ്, അവിടെ തന്നെ ബാൽക്കണി വരുന്നുണ്ട്. അതെ, നമ്മളെ പൂള്. പ്രൈവറ്റ് പൂൾ കൊള്ളാലോ. പ്രൈവറ്റ് പൂളിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെ ഉണ്ട് ബാത്റൂം. ഇവിടുന്ന് കേറിയാലൊരു റൂമുണ്ട്, പക്ഷേ അവിടെ ഇങ്ങനെയും കേറാം. Nice wardrobes and then balcony view. തേയിലത്തോട്ടത്തിന്റെ ഭംഗി നമുക്ക് ഇങ്ങനെ കാണാം. തേയിലത്തോട്ടത്തിന്റെ ഭംഗി കാണാം, പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റത്തില്ല, രാത്രിയാണ്. അപ്പോ ഐ ലവ് പറക്കാട്ട്. നമ്മളെ BM പോവാത്ത ഊട് വഴികളുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കിത് സൈറ്റ് സീയിങ്ങിനായിട്ട് കാർഡ് റിസോർട്ടിൽ നിന്ന് തന്നെ ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഒരു ട്രക്കിംഗ് അനുഭവമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ സൈറ്റ് സീയിങ്ങിനായിട്ട് നമ്മൾ ഫസ്റ്റ് വന്നത് കോട്ടപ്പാറ വ്യൂ പോയിന്റ്. അടിപൊളിയായിട്ടുണ്ട്, ഫുള്ള് റോക്കും മലകളും ഒക്കെ ആയിട്ട് വണ്ടർഫുൾ വ്യൂ ആണ്. അടിപൊളിയല്ലേ? അടിപൊളി. മൂന്നാർ വൈബ്. എവിടെ സ്റ്റേ? അല്ല, ഞാൻ ഇവിടെ ഉള്ളതാണോ? ഓക്കെ ഓക്കെ. അപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം. തേയിലത്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ലക്ഷ്മി ടീ എസ്റ്റേറ്റിലേക്ക് വരാം. ആ ഒരു വൈഡ് റേഞ്ച് വ്യൂ അടിപൊളിയാണ്. നമ്മൾ ആ വരുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരുപാട് മനോഹരമായ വ്യൂസ് ആൻഡ് ഫോട്ടോ ക്ലിക്കിനൊക്കെ പറ്റിയൊരു മൊമെന്റ് ആണിത്. ഈ ഒരു സ്പോട്ട് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ടൈഗർ ഉണ്ടായിരുന്നു ഫുള്ള്. പിന്നെ ഈ ജനവാസമൊക്കെ ആയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ടൈഗർ അല്ല ഈ 3 കിലോമീറ്റർ ഇൻസൈഡ് ഫോറസ്റ്റിലേക്ക് പോയി. പിന്നെ ഇതൊക്കെ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ട്രൈബലിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് ഈ തേനൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഫോറസ്റ്റിന്റെ അകത്ത് നിന്ന് വന്നിട്ടാണ് ഇതിന്റെ അകത്ത് ടൈഗർ ഉണ്ടെന്ന് ടൈഗറിനെ കണ്ടുപിടിച്ചല്ല. പിന്നെ നമുക്ക് ഉള്ളിൽ പിന്നെ നമുക്ക് ഗുണ കേവ് കണക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഗുണ കേവ് ഒക്കെ കണക്ക് തന്നെ. മിനി ഗുണ കേവ് എന്നൊക്കെ. മിനി ഗുണ കേവ് ആണ്. അങ്ങനെ അടുത്ത സ്പോട്ട് ആനക്കുളത്ത് വന്നു. ആനക്കുളത്ത് വന്നപ്പോൾ ആനയെ കാണാനായിട്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ആന ഇതുവരെ വന്നില്ല. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നിനക്ക് ഇങ്ങനെ ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞു. നീ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. നാട്ടുകോഴി സൂപ്പ്, ഫാൻസി സലാഡ്, യുവർ ഫേവറേറ്റ്, പിന്നെ ഹണി ചില്ലി, നിനക്ക് ഇഷ്ടപ്പെട്ടാണ്. എല്ലാം നിനക്ക് ഇഷ്ടപ്പെട്ടാണല്ലോ, ഹാപ്പി ആണല്ലോ. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടർ. ആ സ്പോട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് വിത്തിൻ അവർ കുക്ക് ചെയ്ത് തരുന്നതാണ്. വെറൈറ്റി ഐറ്റമാണ്. മുറുക് പട്ടിയാല, ടേസ്റ്റി ആൻഡ് ഐറ്റം തന്നെയാണ്. കിഡു ആണ് കേട്ടോ, നൈസാണ്, കൊള്ളാം. ഗാർലിക് ചീസ് നാൻ, ദെൻ ചിക്കൻ നൂഡിൽസ്, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇത്രയും വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പറക്കാട്ടിൻ്റെ ഈ ഡേയ്സ് ഒക്കെ? അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു, മനോഹരമായിരുന്നു. നല്ല ഹോസ്പിറ്റാലിറ്റി, അടിപൊളിയായിരുന്നു. അവനെ കരയിപ്പിക്കല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തീർക്കല്ലേ. ഇത്രയേ ഉള്ളൂ. ഇനിയും പറക്കാട്ട് നമ്മൾ കാണിക്കാത്ത ഒരുപാട് റൂംസുകളുണ്ട്. 100ഓളം റൂംസാണ്. 100 above റൂംസ് നമ്മളെ പറക്കാട്ടിനുണ്ട്. പറക്കാട്ടിൻ്റെ ബെറ്റർ ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ പുതിയ വിശേഷങ്ങൾ പുത്തൻ വീഡിയോ ആയി കാണുന്നവരെ ക്യാമറമാൻ ആകാശിനോടൊപ്പം ഇറ്റ്സ് മീ മച്ചാൻ സൈനിങ് ഓഫ് ഫ്രം പറക്കാട്ട് നേച്ചർ റിസോർട്ട്. ബൈ.